നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് ഡേ 55ന്റെ പരീക്ഷയാണേ. എല്ലാവരും പഠിച്ചെല്ലാം സെറ്റ് ആയിരിക്കുമല്ലേ? എന്തായാലും എക്സാം ഒന്ന് എഴുതി നോക്കാം. ഡെയിലി എക്സാം നിർബന്ധമായിട്ടും എഴുതണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 55 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനം. 2, ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. 3, നക്ഷത്രങ്ങളിലെ ഊർജോൽപാദനത്തിന്റെ അടിസ്ഥാനം. 4, ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ സംയോജിപ്പിക്കുന്ന പ്രവർത്തനം. എഴുതിക്കൊള്ളു. 2, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും LNGയുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഇവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ ആണ്. 2, വ്യവസായശാലകളിലും പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. 3, ഈഥൈൽ മെർക്യാപ്റ്റൈൻ ചേർക്കുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായവ കണ്ടെത്തി എഴുതുക. 3, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കൽക്കരിയുടെ രൂപങ്ങൾ കണ്ടെത്തുക. ആന്ത്രാസൈറ്റ്, പാരഫിൻ, ലിഗ്നൈറ്റ്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. 4, നമ്പിയാർ എന്നതിന്റെ സ്ത്രീലിംഗ പദം ഏത്? നമ്പിയാതിരി, കെട്ടിലമ്മ, പിശാരസ്യാർ, നങ്ങിയാർ. 5, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. പ്രഭു, പ്രഭി, കൊല്ലൻ, കൊല്ലത്തി, ചാക്യാർ, കെട്ടിലമ്മ, കൈമൾ, കുഞ്ഞമ്മ. 6, ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. 7, ചുവടെ തന്നിട്ടുള്ള ശ്രേണിയിൽ ഉൾപ്പെടാത്ത സംഖ്യ ഏത്? ശ്രേണി തന്നേക്കുന്നത് 4, 5, 12, 39, 160, 804, 48, 36. ഈ ശ്രേണിയിൽ ചേരാത്തൊരു സംഖ്യയുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തി എഴുതിക്കൊള്ളാം. 8, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 8, 125, 512, 81. 9, the baby walked slowly. In this sentence, slowly is adjective, adverb, pronoun, noun. 10, how many words in the following sentence are used as adverb? Why work so hard? ഇതിൽ എത്ര ആഡ്വേർബ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര വേർഡ്സ് ആഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ നോക്കുക. 2, 3, 1, നൺ. 11, പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം. 2, ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. 3, ജ്വലനത്തിന് ആവശ്യമായ നൈട്രജൻ ലഭ്യമാകണം. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 12, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഉയർന്ന താപനിലയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരുന്ന സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, സമുദ്ര ഉപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെൽവിനിലും കൂടുതലാണ്. 3, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണ് വേലിയേറ്റത്തിന് കാരണം. 4ാമത്തെ പ്രസ്താവന, കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിൽ കൂടുതലായതിനാൽ വേലിയേറ്റ ഊർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
ഓപ്ഷൻ നോക്കിയിട്ട് ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തി എഴുതിക്കോളാം. 13. ജനറേറ്ററിലെ ഊർജ പരിവർത്തനം. യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു, വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. താപോർജം വൈദ്യുതോർജമാകുന്നു, വൈദ്യുതോർജം താപോർജമാകുന്നു. 14. LPGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്നാണ് അർത്ഥം. 2. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ഓപ്ഷൻ നോക്കിയിട്ട് അനുയോജ്യമായവ കണ്ടെത്തി എഴുതുക. 15. ആണവ വിഘടനത്തിന്റെ ഫലമായി പ്രസരിക്കുന്ന ദോഷകരമായ കണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ആൽഫ കണം, ബീറ്റ കണം, ഗാമ വികിരണം, ഡെൽറ്റ കണം. ഓക്കെ, ഇത്രയായിരുന്നു 15 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സി ആണ് ശരിയായിട്ടുള്ളത്. നക്ഷത്രങ്ങളിലെ ഊർജോൽപാദനത്തിന്റെ അടിസ്ഥാനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. 2. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും LNGയുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തുക. LNGയുമായിട്ട് ബന്ധപ്പെട്ടത്, LNGയിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. വ്യവസായശാലകളിലും പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നത് LNG ആണ്. 1ഉം 2ഉം ആണ് ശരി. എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. LPGയിലാണ് മണം അറിയാൻ വേണ്ടി ഈഥൈൽ മെർക്യാപ്റ്റൈൻ ചേർക്കുന്നത്. അത് LPGയിലാണ്. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കൽക്കരിയുടെ രൂപങ്ങൾ കണ്ടെത്തുക. ആന്ത്രാസൈറ്റും ലിഗ്നൈറ്റും ആണ്. 1ഉം 3ഉം മാത്രം. ബി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രം. 4. നമ്പിയാർ എന്നതിന്റെ സ്ത്രീലിംഗ പദം എന്ത്? നമ്പിയാർ എന്നതിന്റെ സ്ത്രീലിംഗ പദം നങ്ങിയാർ ആണ്. ഡി, നങ്ങിയാർ. 5. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി സി ആണ്, ചാക്യാർ. ചാക്യാറിന്റെ സ്ത്രീലിംഗം ഇല്ലോടമ്മയാണ്. ഇല്ലോടമ്മ. 6. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം എഴുതുക. ഗൃഹസ്ഥൻ ഗൃഹിണിയാണ്. ഡി ആണ് ഉത്തരം. ഗൃഹിണി. 7. ചുവടെ തന്നിട്ടുള്ള ശ്രേണിയിൽ ഉൾപ്പെടാത്ത സംഖ്യ ഏത്? ഉൾപ്പെടാത്ത സംഖ്യ 804 ആണ്. 804 എങ്ങനെയാന്ന് പറഞ്ഞാൽ 4 × 1 + 1 ആണ് 5. 4 × 1 4 + 1 5. ഇനി 12 എങ്ങനെ കിട്ടി? 5 × 2 + 2 ആണ് 12. 5 × 2 + 2 12. 39 എങ്ങനെ കിട്ടി? 12 × 3 + 3. 12 × 3 36. 36 + 3 39. 160 എങ്ങനെ കിട്ടി? 39 × 4 + 4. 39 × 4 + 4 160. അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 160 × 5. 160 × 5 + 5, അതായത് 800 + 5 805 ആണ് വരാനുള്ളത്. 805. ഇവിടെ എന്തോ തന്നേക്കുന്നത്? 804 തന്നേക്കുന്നത്. അപ്പൊ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ. 8. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? കൂട്ടത്തിൽ ചേരാത്തത് 81 ആണ്. ബാക്കിയെല്ലാം ക്യൂബ്സ് ആണ്. 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ്. 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. 512 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബാണ്. ഇതെന്ന് പറയുന്നത് സ്ക്വയർ ആണ്. 81 എന്ന് പറയുമ്പോഴത്തേക്കും 9ന്റെ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം, ദ ബേബി വാക്ക്ഡ് സ്ലോലി. ഇൻ ദ സെന്റൻസ് സ്ലോലി ഈസ്. സ്ലോലി എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. ആഡ്വർബ്. 10. How many words in the following sentence are used as adverb? ഇവിടെ 3 വേർഡ്സ് ആണ് ആഡ്വർബ് ആയിട്ട് തന്നേക്കുന്നത്. വൈ എന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ് ആഡ്വർബ് ആണ്. സോ എന്നാൽ ആഡ്വർബ് ഓഫ് മാനർ അല്ലെങ്കിൽ ക്വാളിറ്റി. വർക്ക് ഹാർഡ് എന്ന് പറയുന്നതും ആഡ്വർബ് ഓഫ് ക്വാളിറ്റി ആണ്. അപ്പൊ ഇവിടെ 1 2 3 ആഡ്വർബ്സ് ആണ് ഇവിടെ ഉള്ളത്. 11. പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ. ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം.
ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. ജ്വലനത്തിന് ആവശ്യമായ ഓക്സിജൻ ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്സിജൻ ലഭ്യമാകണം. അപ്പൊ ഇവിടെ നൈട്രജൻ എന്നല്ലേ തന്നേക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. എ ആണ് ഉത്തരം. 12. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഡി ആണ്. കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിൽ താഴെ ആയതുകൊണ്ട് വേലിയേറ്റ ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. ഇവിടെ 1 മീറ്ററിൽ കൂടുതൽ എന്നും പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുമാണ് തന്നേക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. 13. ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എങ്ങനെയാ? ജനറേറ്റ് ചെയ്യാണ് വൈദ്യുതോർജ്ജം. അപ്പൊ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എ ആണ് ഉത്തരം. 14. LPGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന എന്തുവാ? LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്നാണ് അർത്ഥം. ശരിയാ. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണോ? അല്ല, കൂടുതലാണ്. ആ പ്രസ്താവന തെറ്റിപ്പോയി. അപ്പോൾ 1 ശരി, 2 തെറ്റ് എന്നുള്ളതാണ് കറക്റ്റ്. 15. ആണവ വിഘടനത്തിന്റെ ഫലമായി പ്രസരിക്കുന്ന ദോഷകരമായ കണങ്ങളിൽ ഉൾപ്പെടാത്തത് ഡെൽറ്റ കണമാണ്. ഡെൽറ്റ കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം. നിർബന്ധമായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യണം. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പരീക്ഷ അറ്റൻഡ് ചെയ്യണം നിർബന്ധമായിട്ടും. നിങ്ങൾ പോർഷൻസ് പഠിക്കുന്നതോടൊപ്പം ആ പോർഷൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ എന്തായാലും എക്സാംസ് അറ്റൻഡ് ചെയ്യുക തന്നെ വേണം. അത് എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മുടെ 100 days വരെയും ഞാൻ എക്സാംസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളും കൂടി അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പ്രയോജനപ്പെടുത്താം. ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ കൂടി അയക്കാം. വീണ്ടും കാണാം. താങ്ക് യു.